ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ മുന്നത്തെ എൻ്റെ വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ സൈബോർ കേസിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് സൈബോർ കേസ് എടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചു. പക്ഷേ ഞാൻ എടുത്തേണ്ടായില്ല. അപ്പോൾ നമ്മൾ എടുത്തു. ഇത് ഞാൻ കാശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള സി ബി സ്റ്റണ്ട് ചെയ്തു. ഞാൻ ഷാർക്ക് റേസ് വെച്ചിട്ട് സി ബി സ്റ്റണ്ടിന് പോയത്. കാരണം ഷാർക്ക് റേസ് അത്യാവശ്യം കണ്ട സാധനമാണ്. ഈ മണി മേക്കിങ്ങിനൊക്കെ സി ബി സ്റ്റണ്ട് വന്ന് B3 ആയിരുന്നു എൻ്റെ ഷാർക്ക്. ഞാൻ എന്നിട്ട് ഇവിടെ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ തുടങ്ങി. ബഗ് അടിച്ചോണ്ട് പോകുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഹോട്ട് ആൻഡ് കോൾഡ് ഏജൻറ്റി വന്ന മറ്റേ ലാബിൽ നിന്ന് ഇവിടെ ഒരു വരിയുണ്ട്. അവിടെ ഒരു സാധനമുണ്ട്. അവിടെ നിങ്ങൾ ഫിസ്റ്റ് ഓഫ് ഡാർക്ക്നെസ് വെക്കണം. എന്നിട്ട് നിങ്ങൾ അപ്പോൾ ബ്രെയിൻ കോർന്ന് പറഞ്ഞ സാധനം വേണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഇത് ഹോട്ട് ആൻഡ് കോൾഡ് ഏജൻറ്റിലാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ പോയിട്ട് ലോ റൈഡ് എന്ന് പറഞ്ഞ് റൈഡ് ചെയ്യണം. അതായത് ഓർഡർ അങ്ങനെ എന്തോ ഞാൻ റൈഡ് ചെയ്യണം ഗൈസ്. അതിന് 1000 ഫ്രാഗ്മെൻറ്റ്സ് ആണ് ഗൈസ് ഒരു റൈഡ്. നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ആക്കുക. എനിക്കിപ്പോൾ വെള്ളത്തിൽ കൂടെ ഒന്ന് പോകാൻ മതി. സൈബോർക്ക് ഇവിടെ കൂടെ കണ്ട ഗൈസ്. ഇത് ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ ഇവിടെ നിന്ന് 1500 ഇതിന് ഫ്രാഗ്മെൻറ്റ്സിന് വാങ്ങാൻ പറ്റും. 1000 ഫ്രാഗ്മെൻറ്റ്സിന്. എന്നിട്ട് ഇവിടുന്ന് ചിപ്പ് കിട്ടും. റൈഡ് നോർമൽ റൈഡ് ചെയ്യണ പോലെ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് തന്നെ ആയിട്ടുണ്ട് ഗൈസ്. വേണ്ട അവിടെ ഒരു പ്ലേസ് അവിടേക്ക് പോയാൽ മതി ഗൈസ്. ഓർഡർ റൈഡ് അല്ലെങ്കിൽ ലോ റൈഡ് ചെയ്യാൻ വേണ്ടി ഗൈസ് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണം. നിങ്ങൾക്ക് ഹെൽപ്പിന് ആൾക്കാർ ചെയ്യാം. അത് നോർമൽ റൈഡ് പോലെ തന്നെ ഗൈസ് 5 പേർക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. പക്ഷെ അതിന് മുന്നേ ഇത് ബ്രെയിൻ കോർണറാണ് സാധനം കിട്ടണമെങ്കിൽ നിങ്ങൾ ഫിസ്റ്റ് ഓഫ് ഡാർക്ക്നെസ് കൊണ്ട് വരണം. എന്നിട്ട് ഫിസ്റ്റ് ഓഫ് ഡാർക്ക്നെസ് നിങ്ങളുടെ കൈ പിടിക്കണമെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ബ്രെയിൻ കോർ എന്ന് പറയുന്ന സാധനം ചോദിക്കും. എന്നിട്ട് ലോ റൈഡ് ചെയ്യണം. എനിക്ക് രണ്ടാമത്തെ ലോ റൈഡിനെ കിട്ടിയ ഓർഡർ റൈഡ്. എന്നിട്ട് സാധനം കിട്ടിയിട്ട് പിന്നെയും ബ്രെയിൻ കോർ എന്ന് പറയുന്ന സാധനം കൊണ്ട് ഇവിടെ വന്നിട്ട് ഇതിനുള്ളിൽ കയറി നിന്നിട്ടാൽ ഇവിടെ ഒരു ഡോർ ഓപ്പൺ ആവും. എന്നിട്ട് അടിയിലേക്ക് പോകുമ്പോൾ ഇവിടെയായിട്ട് സൈബോർ റേസ് കിട്ടും ഗൈസ്. 2500 ഫ്രാഗ്മെൻറ്റ്സ് മതി എടുക്കാൻ. പെർമനൻ്റ് ആണ് ഗൈസ്. ഇത് ഫുൾ ടൈം ഓപ്പൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വേറെ റേസിലേക്ക് മാറ്റിയാൽ 2500 നിങ്ങൾക്ക് തിരികെ ആക്കാം. അത്യാവശ്യം കിട്ടുന്ന റേസാണ് ഗൈസ് സൈബോർ റേസ്. മാസ്റ്ററിക്കും ഡെവലപ്പിനൊക്കെ V3 ആക്കി തുടങ്ങിയിട്ട്. V4 ഒന്നില്ല. പക്ഷേ V4 ഇപ്പം എനിക്ക് ആക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ V3 ആക്കാം. V3 ആക്കാൻ പോവാണ് ഗൈസ്. ഞാൻ ഷാർക്ക് V3 ആക്കി ഡയറക്റ്റ്. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഗൈസ് നമ്മൾ എങ്ങനെ V2 ആക്കണമെന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് 3 ഫ്ലവേഴ്സ് വേണം. ഗ്രീൻ സോണിൽ നിന്നാണ് ഗൈസ് 3 ഫ്ലവേഴ്സും വേണ്ടത്. അപ്പം 3 ഫ്ലവേഴ്സ് ഗ്രീൻ സോണിൽ ചെന്നിട്ട് അവിടെ ഒരാൾ കാണും. ആളുടെ അടുത്ത് നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടും ഗൈസ്. അന്ന് ഞാൻ വന്നു. ലെജൻഡൊക്കെ ഉണ്ട് ഗൈസ് നമ്മൾ ഹെൽപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഗ്രീൻ സോണിൽ പോയിട്ട് ഞാൻ ആളോട് സംസാരിക്കട്ടെ. എവിടെയാ കഫേയുടെ അവിടേക്ക് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ കഫേയുടെ അവിടേക്ക് പോകും. എന്നിട്ട് ഗ്രീൻ സോണിലേക്ക് പോയിട്ട് അവിടെ ഫ്ലവർ എടുക്കുന്നതായിരിക്കും. എവിടെയുണ്ട് നിന്നെ കണ്ടത്? ഈ കഫേയിലുണ്ട്. പക്ഷെ ബഗ് അടിച്ചത് ഞാൻ പാലത്തിൻ്റെ അവിടേക്ക് പോവാം. ഫസ്റ്റ് ഇതിന് മോണ്ട് ചെയ്തോട്ടെ. പോട്ടെ വേഗം പോയിട്ട് അവിടെ ഗ്രീൻ സോൺ ഇത് ഈ കഫേയുടെ നേരെ ഇവിടെ അവിടെ പോകുമ്പോൾ ഈ പാലത്തിൻ്റെ അപ്പുറത്ത് ഒരാൾ കാണും. ആളോട് സംസാരിച്ചാൽ മതി. ഗൈസ് പിന്നെ ഇതിന് V2 ആക്കാനാണ് ഇപ്പം നമ്മൾ പോണേ. V2 ആക്കാൻ നമുക്ക് 500 അതായത് 3 ഫ്ലവേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഒന്ന് ബ്ലൂ ഫ്ലവർ, അതായത് ബ്ലൂ ഫ്ലവർ നൈറ്റ് മാത്രമേ സ്പോൺ ആവൂ. പിന്നെ യെല്ലോ നിങ്ങൾ NPCനെ ഇത് ക്വിസ്റ്റ് എടുക്കണം ഫസ്റ്റ്. എന്നിട്ട് ഏതെങ്കിലും NPCനെ കൊന്നാൽ കുറേ NPCനെ കൊല്ലേണ്ടി വരും. ഡ്രോപ്പ് ചാൻസ് ആണ് ഗൈസ്. അപ്പോൾ കിട്ടും. ഏതെങ്കിലും C2 ഏതെങ്കിലും ഇതിനെ കൊല്ലണം എടുത്തിട്ട്. അതെ എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും കൊല്ലുമ്പോൾ നിങ്ങൾക്ക് യെല്ലോ ഫ്ലവർ കിട്ടും. പിന്നെ റെഡ് അടിയിൽ നിങ്ങൾ ഇതിന് നിങ്ങൾ ക്ലോസിംഗ് ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അതായത് കഫേയിൽ ആൾ വന്നെങ്കിൽ 3 ഫ്ലവേഴ്സിന് എടുക്കാൻ പറയാം. 500,000 കാശ് വേണം കേട്ടോ ഗൈസ്. അത് വേറെ കാര്യം. അപ്പോൾ ഫസ്റ്റ് തന്നെ എവിടെയെന്നുള്ള നീ കണ്ട റെഡ് ഫ്ലവർ. ഇത് മെയിൻലി എനിക്ക് അറിയുന്നത് വെച്ചിട്ട് റെഡ് ഫ്ലവർ ഉണ്ടാവുക കിങ്ഡം ഓഫ് റോസിലാണ് ഗൈസ്.
ഇത് അവിടെ കഫേയുടെ അവിടെയായിട്ടുള്ള സ്ഥലത്ത്. പ്ലാന്റ് ഐലൻഡിൽ അവിടെ എവിടെ ഇങ്ങനെയായിട്ട് കാണും. ഗ്രീൻ സോണിലും പിന്നെ കിങ്ഡം ഓഫ് ഫ്രൂട്ട്സും അതെനിക്ക് അറിയും. റെഡ് ഫ്ലവർ പിന്നെ യെല്ലോ ഫ്ലവർ ആരെങ്കിലും കൊന്ന കിട്ടും. പിന്നെ ഉള്ള ബ്ലൂ ഫ്ലവറിന് നമ്മൾ ഗ്രേവ് യാർഡിൽ നൈറ്റ് ടൈം ആകുമ്പോൾ ഗ്രേവ് യാർഡിൽ പോയി നോക്കിയാൽ ചിലപ്പെങ്കിൽ കാണും. അല്ലെങ്കിൽ ഇത് അവിടെ ആയിട്ട് ഒരു ഗ്രേവ് യാർഡിൻ്റെ അടുത്ത് ഒരു കുഞ്ഞ് കേവുണ്ട് ഗൈസ്. അപ്പോൾ അതിൽ പോയി നോക്കിയാൽ കാണും. അല്ലെങ്കിൽ നമുക്ക് അറിയാമെന്ന് കരുതുന്നു കബൂച്ച വാങ്ങുന്ന സ്ഥലമല്ലേ, ആ ഡാർക്ക് ബിയർഡിന് ഇത് സ്പോൺ ആക്കണതിൻ്റെ ഒരു ഇച്ചിരി സൈഡിലായിട്ടൊരു ഇതുണ്ട്. എവിടെയാണ് കണ്ടേ? ഡാർക്ക് ബിയർഡിന് സ്പോൺ ആക്കണം ഇവിടെയാണ് വേണ്ട. ഡാർക്ക് ബിയർഡിന് എവിടെ വേണ്ട ഇങ്ങനെ എവിടെ ഈയുടെ കിങ്ഡം ഓഫ് റോസിൽ എവിടെ വേണമെങ്കിൽ കാണാം. മെയിൻലി ആ ലോയിൻ്റെ അവിടെ ആയിട്ടുള്ള ഇതിൽ കാണും. പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് കാണും ഗൈസ്. പിന്നെ അവിടെ ഒരു പാലം പോലത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് കാണും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇൻവെൻട്രി കയറും. റെഡ് ഫ്ലവർ കിട്ടി ഗൈസ്. ഇനി NPCനെ കൊന്ന് ഇതാക്കണം. നൈറ്റ് മാത്രമേ സ്പോൺ ആവുള്ളൂ ഗൈസ് ബ്ലൂ ഫ്ലവർ. അത് സ്പോൺ ആവുക ഗ്രേവ് യാർഡ്, അവിടെ ഗ്രേവ് യാർഡിൻ്റെ അടുത്തുള്ള നീ ഗ്രേവ് യാർഡിലേക്കോ? അത് കുഴപ്പമില്ല, ഗ്രേവ് യാർഡിലേക്കോ? ഗ്രേവ് യാർഡ് മതി. ഓക്കെ, ഗ്രേവ് യാർഡിൽ പോകണം നൈറ്റ്. നമുക്ക് ഇനി നൈറ്റിന് ഡേറ്റ് ചെയ്യാം. അപ്പോഴത്തേനും യെല്ലോ ഫ്ലവർ കിട്ടുമോ നമുക്ക് നോക്കാം ഗൈസ്. എന്നിട്ട് ഗ്രേവ് യാർഡ് അവിടെ ആയിട്ടൊരു കേവ് ഉണ്ട്. ആ കേവിൻ്റെ ഉള്ളിൽ ടോപ്പിലായിട്ടൊരു സ്ഥലമുണ്ട് ഗൈസ്. അവിടെ ഞാൻ കാട്ടി തരാം എന്തായാലും ഈ മറ്റോടത്തു നിന്ന് കിട്ടണമെങ്കിൽ. പിന്നെ അത് കുറച്ച് ഹാർഡാണ് ഗൈസ്. ആ നൈറ്റായി എൻ്റെ മോനെ ഗൈസ്. ഓപ്പിലൊക്കെ ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിടാന്ന് എഴുതി. കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഇതിടാന്ന് എഴുതി ഗൈസ്. ഒറ്റ ഇതിൽ തന്നെ കിട്ടും. നീ ഞാൻ ഗ്രേവ് യാർഡിൽ പോയിട്ട് നോക്കട്ടെ. നീ മറ്റു കേവിലേക്ക് പോയോ? ഞാൻ വെള്ളത്തിൽ വീണ് ചാവും. ലിസിന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ V3 ഒക്കെ എളുപ്പമാണ് ഗൈസ്. നമുക്ക് ടോട്ടൽ 2.5 മില്യൺ വേണം ഇത് V2ഉം V3 ആക്കാൻ. അപ്പോൾ ഞാൻ CBSനെ കൊന്ന് ഒരു 4.5 മില്യൺ ആക്കി. എന്നിട്ട് സൈബോക്രൈസ് എടുത്തു. എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് സൈബോക്രൈസ് എടുത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ TTKയുടെ ആൾ സ്പോണായി. അപ്പോൾ TTK തന്നെ നമ്മളങ്ങ് എടുത്തു ഗൈസ്. ഒന്നും നോക്കിയില്ല. TTKയ്ക്കുള്ള രണ്ടാമത്തെ സോഡ് അതായത് ആദ്യത്തെ എനിക്ക് കിട്ടിയത് ഫാക്ടറിയുടെ അവിടുത്തെ സ്ഥലത്തു നിന്നാണ്, സൈഡിലുള്ള സ്ഥലത്തുനിന്ന് ഇതിൻ്റെ ബാക്കിൽ. പിന്നെ കൊളോസിയത്തിൽ ഞാൻ പോയി ഒരു തവണ. അപ്പോൾ അവൻ്റെ ഒരു സെയിം സോഡായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെയും പോയി. അപ്പം എനിക്ക് കിട്ടി ഇല്ല ഇതിപ്പോൾ പോയപ്പോൾ കിട്ടി ഓറേഷി സോഡ തന്നെയായിരുന്നു ഒരു തവണ ഉണ്ടായി. അതുകൊണ്ട് എനിക്ക് നീയാണത് അത് വേറെ ചത്താ കൂട്ട എല്ലാം ഇത് നമ്മൾ പിന്നെ എടുക്കണ്ട. നീ എങ്ങടെ പോണേ? എന്ത് കബൂച്ച? നീ കബൂച്ചിരിക്കുന്നു ബുദ്ധ വേക്കേണ്ട ബുദ്ധി ഉള്ളതുകൊണ്ട് പോലും ലെവാജൻഷിയിൽ നീ സെറ്റ് സാധനമാണ് ഗൈസ്. പക്ഷെ അത് ഇല്ലാണ്ട് പോയി. ഞാൻ ഇനി മിക്കവാറും ഇതെടുക്കും. പക്ഷെ ഇത് സിമ്പിളാണ് ഗൈസ്. ഇനി നമ്മൾ ഷാർക്ക് റേസ് എടുത്താൽ എൻ്റെ 18,000 ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ട്. നോക്കുകയാണെങ്കിൽ കുറേ റെയ്ഡ് ചെയ്ത് 2500 ഫ്രാഗ്മെൻറ്റ്സ് നമുക്ക് വേണം സൈബോർക്ക് റേസ് എടുക്കാൻ. അത് വേറെ ഇതാണ് ഞാൻ പറഞ്ഞ കേവ് പോലത്തെ, അതായത് കുഞ്ഞ് കേവ് ഗ്രേവ് യാർഡിൻ്റെ അപ്പുറത്തുള്ള ഇതിൻ്റെ ഉള്ളിൽ കാണണം. അതായത് ഡോറ് ഇവിടെ ആയിട്ടുണ്ട്. നൈറ്റാണെങ്കിൽ വലുതായിട്ട് കാണാനില്ല. പക്ഷേ ഗ്രാഫിക്സ് ഗെയിമിൻ്റെ ഗ്രാഫിക്സ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അയ്യോ ഞാൻ അറിയാൻ ബുദ്ധിയായി. ബുദ്ധിയായത് ഇവിടെ ബിൽഡിങ്ങിലായിട്ട് സീലിങ്ങിലായിട്ടൊരു വരികയാണെങ്കിൽ അവിടെയാണ് കിട്ടുന്നുണ്ട്. ഇവിടെ ഇവിടെ ഒരു പഠിച്ചില്ലേ? ഇവിടെയും തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഇവിടെ ഉണ്ടാവില്ലേ? ഇത് ഇവിടെ ഒരു ഹോളുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണ്ടേ? എനിക്ക് ഞങ്ങളുടെ നീ അങ്ങോട്ടേക്ക് വരുമോ? കിച്ചണിൽ കൊണ്ട് പക്ഷെ അവിടെ ആയിട്ടുണ്ട്, എനിക്കൊന്നും കാണാൻ പറ്റില്ല. നിങ്ങളപ്പോൾ ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ട്
ഈ നോക്കിക്കോ ഗ്രാഫിക്സ് സെറ്റിങ്സിൽ നിന്ന് കാണാൻ പറ്റും. ഇങ്ങനെ ഇവിടെ ആയിട്ട് അടിയിൽ ഗ്രാഫിക്സ് എൻ്റെ ഫുൾ ഗ്രാഫിക്സ് ഇവിടെ ഇതിൻ്റെ ഉപയോഗിക്കുന്ന ലോങ്ങിലുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നതാണ് ഗൈസ് സത്യം പറഞ്ഞാൽ. അത് തന്നെ. പക്ഷേ ഞാനിപ്പോൾ അടുത്തുള്ള ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ ബ്രൈറ്റ്നസ് തന്നെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്. കണ്ട കിഡ്സിൻ്റെ ഉള്ളതുകൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയി. മറിയനാകുമ്പോൾ ഇങ്ങനെ ഇഷ്യൂണ്ട്. അല്ലാത്ത ടൈം പൈററ്റ് ആണെങ്കിൽ അലയാൽ മതി ഗൈസ്. ട്രാൻസ്ഫോം ആവേണ്ടി വരും. എനിക്ക് ഇവിടുന്ന് കാണാം ഗ്രാഫിക്സ് നല്ലോണം കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഏറിയെന്ന് എന്തോ വീണതാണ്ട ഗ്രാഫിക്സ് ശരിയാവുക. അപ്പോൾ ഞാൻ പറയണത് ഷാർക്ക് റേസ് മാറ്റിയിട്ട് നിർക്കണം. പക്ഷേ സീവൻസ് നിങ്ങൾ നല്ലോണം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഷാർക്ക് റേസ് തന്നെയാണ് കേസ് നല്ലത്. V3 അത് നല്ല കിടില്ല. V4 കുറച്ചും കൂടി സ്പീഡും ഉണ്ട്. സൈബോർക്കിന് മാസ്റ്ററിയും പിന്നെ ഡാമേജ് അത്യാവശ്യമുണ്ട്. ഗ്രൈൻഡിങ്ങിന് മാസ്റ്ററിക്ക് അത്യാവശ്യം കിട്ടുന്ന സാധനം. 5000 ഡാമേജ് കാണാണ്ട് V3ക്ക് തന്നെ വേണം. V4 ഒതുക്ക് ഉണ്ടാണ് കേസ്. പക്ഷേ ഞാനിപ്പോൾ V3 വെച്ചിട്ടാണ് ഇരിക്കണം. V3 അങ്ങനെ പോകണം. ഇപ്പോൾ V2-ലാണ് V2-നെ കുറച്ചും കൂടി ഹാർഡ്. അതായത് എല്ലാ റേസിനും ഇത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഡ്രാക്കോ റേസിന് മാത്രം ഡിഫറൻറ്റ് അല്ലേ ആന്ന് തോന്നുന്നു. ഡാർക്കോ റേസിന് വെച്ചിട്ട് ബാക്കി എല്ലാ റേസിനും ഇങ്ങനെ തന്നെയാണ് ഗൈസ്. എല്ലാ റേസിനും എവിടെയാണ് ബ്ലൂ ഫ്ലവർ ഇവിടെ തന്നെയുണ്ട്. നോക്കണമെങ്കിൽ 2 ഫ്ലവേഴ്സ് ഉണ്ട്. ഇതുവരും നീതാടാ നീ ഇതാണ്. ഇനി മറ്റവന്മാരെ കൊല്ലാൻ വന്നിട്ട് നേരെ പോയിട്ട് V2 ആക്കാം. ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ്. ഇനി ബഗ് അടിക്കുന്നത് ഇനിയും ഇവന്മാരെ കൊന്നിട്ട് അയ്യോ മറ്റവൻ എന്നെ കൊല്ലാണ്ടിരുന്നാൽ മതി. നല്ല ഹെൽത്ത് ഉണ്ട്, അതുകൊണ്ട് ചെയ്യില്ല. ഏതോമാരെ കൊന്നാലും കുഴപ്പമില്ല. നിങ്ങൾ ചാവരുത്, നോക്കിയില്ലോ. ഫസ്റ്റ് ഈ ഫ്ലവർ എടുക്കേണ്ട അത്യാവശ്യം ഇടയിലാണ്. ബട്ട് അടുത്തരാം. V1-ന് ഡിഫറൻസ് ഒന്നുമില്ല. എൻ്റെ കൂളിംഗ് ഗ്ലാസ് ചെയ്യണോണ്ട് ഡിഫറൻസ് കണ്ടാൽ മനസ്സിലാവില്ല. കിട്ടി, രണ്ടാമത്തെ തന്നെ കിട്ടി. ഞാൻ ഷാർക്കും ഏഞ്ചലും ഷാർക്കും ഇത് ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇതെന്തോ ലക്കാന്ന് തന്നെ പറയാം ഗൈസ്. ഭയങ്കര ലക്ക്. രണ്ടാമത്തെ അത് കിട്ടിയ കാട്ടൂല ഗൈസ്. അങ്ങനെ ഇഷ്യൂ ഉണ്ട്. പിന്നെ നമുക്ക് ഫിസ്റ്റ് ഡാർക്ക്നെസ് എല്ലാവരും ലക്കാണ്. ഇത് ചുമ്മാ ഗെയിമിൽ കയറിപ്പോരാ ഗൈസ്. അതും സെക്കൻഡ് പോയ സ്ഥലത്ത് തന്നെ കൊളോസിറ്റി തന്നെ ഉണ്ടായി. സോഡിയിൽ ഫുള്ള് ലക്ക. കിഡ്സിനെ കിട്ടി. ഇങ്ങനെ ഓടിപ്പോണ സേഫ്. ബുദ്ധനെ കണ്ടാക്കുന്നു. ഇനി ഇവിടെ നിന്നാണ് V3 ആക്കണേ. ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം. വീഡിയോ ഇച്ചിരി ലോങ് ആണ് ഗൈസ്. പിന്നെ സൗണ്ടിന് ഇച്ചിരി പ്രോബ്ലം കാണും. എല്ലാവരും ക്ഷമിക്കും. എനിക്ക് കോൾഡാണ് ഗൈസ്, അതുകൊണ്ടാണ്. നെക്സ്റ്റ് നമ്മൾ 99 നൈറ്റ്സ് കളിക്കുന്ന വീഡിയോ വരും. പക്ഷേ ഇപ്പം ഞാൻ ബ്ലോഗ്സിലൂടെ തന്നെ ആണ് വീഡിയോ എടുക്കാൻ നോക്കുന്നത്. ഇല്ലട ബഗ്ഗ ഒന്നോടെ മറിയാനാവാം. പക്ഷെ അത് ചിലപ്പോൾ പോകാൻ സാധിക്കും. ക്ലൗസ് അറിഞ്ഞു പോയിട്ട് എനിക്ക് തോന്നുന്നു V3 ആക്കാൻ ഭയങ്കര സിമ്പിളാന്ന് തോന്നുന്നു. സൈബോർക്ക് ഇത് ഒരു ഫ്രൂട്ട് കൊടുത്താൽ മതി. അങ്ങനെ എന്തോ ഒരു 1000 ആണല്ലോ. അപ്പോൾ എല്ലാവരും V2 V3 ഒക്കെ നിങ്ങൾ 2.5 മില്യൺ അത്യാവശ്യമാണ്. അതായത് 5 മില്യൺ, അതായത് 0.5 മില്യൺ ഇല്ലാണ്ട് V2 ആക്കാൻ പറ്റില്ല ഗൈസ്. അത് 500K ഗൈസ്, 500,000.
എവിടെയാ എവിടെയാ കണ്ടു തന്നെ. ഇവിടെ നിന്ന് ആളോട് സംസാരിക്കാം. പക്ഷേ നിങ്ങൾ കൊളോസിയം ക്രിസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം കേട്ടോ ഗൈസ്. 500,000 അപ്പോൾ നമ്മൾ കുറച്ചാണ് ഗൈസ് 500,000. ഞാൻ എവിടെ എത്താം? സൈബോർക്ക് ഗൈസ്. ഈ ടൈറ്റിലാണല്ലോ ഗൈസ് സൈബോർക്ക് എന്നാണ്. എനിക്ക് വിദ്യതായിട്ട് കണ്ണിൻ്റെ അവിടെ എന്തോ ഉണ്ട്. എന്നിട്ട് കൂളിംഗ് ഗ്ലാസ് ചെയ്യണോണ്ട് കാണാൻ പറ്റും ഗൈസ്. ഞാൻ B3 വേഗാക്കാം. B3ക്ക് നല്ല ലുക്കാണ്. ഇനി ചത്താലും കുഴപ്പമില്ല ഗൈസ്. B3 2 വലിയ ക്ലാസ് അത്യാവശ്യമാണ്. പിന്നെ ഞാൻ അധികമായി കണ്ട് TTKയുടെ ഒരു വീഡിയോ വരും പറ്റാണ്. ഇത് 2x മണി കിട്ടിയതുകൊണ്ട് ഭയങ്കര എളുപ്പം കാശിൻ്റെ കാര്യമൊക്കെ. ഞാൻ കുറച്ച് CBSനെ വന്നാൽ മതി. പിന്നെ അവയെക്കൊണ്ട് പുതിയതുകൊണ്ട് എനിക്ക് സീനില്ല ഗൈസ്. വെള്ളത്തിൽ വീണാലും സീനില്ല. പക്ഷെ ബഗ് അടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഷാർക്കെടുത്ത് ചെയ്യണേ. എനിക്ക് സ്പീഡ് കൂടി വന്ന സംശയമുണ്ട്. എന്തൊക്കെയോ V2നും V1നും തന്നെ എന്തൊക്കെയോ ഇതുണ്ട് ഗൈസ്. V2 തുടങ്ങിയിട്ടാന്ന് തോന്നുന്നു എക്സ്ട്രാ. ഞാനിത് ഒരുത്തനെ കൊന്നിട്ട് അതായത് ഞാനിത് ഇപ്പോൾ സൈബർ ക്രൈസ് എടുത്തിട്ട് വേറെ ഒന്നും ചെയ്തില്ല. സൈബർ ക്രൈസ് എടുത്തിട്ട് ഇപ്പോൾ ചെയ്തോളൂ. ഇത് കുറച്ചേരം മുന്നേ ഞാൻ എടുത്ത് ഈ വീഡിയോ എടുക്കുമ്പോൾ മുന്നേ കാശ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ആയിട്ട് ഈ ഡയമണ്ട് ബോക്സ് സ്പോണാവണം. ഇവിടെ വന്നിട്ടാണ് ഗൈസ് എന്ത് റേസ് ആണെങ്കിൽ റേസ് വെച്ചിട്ട് ഡ്രാഗോ റേസ് വെച്ചിട്ട് ഗൈസ് ആ റേസ് വെച്ചിട്ട് വേറെ എന്ത് റേസ് ഇതാക്കാൻ വേണ്ടിയിട്ട് എന്നോട് ഫസ്റ്റ് സംസാരിക്കട്ടെ. ആ റേസ് കഴിച്ച് ബാക്കി എല്ലാ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടും V3 ആക്കാൻ വേണ്ടി ഇവിടെ വന്നെ. അവൻ ഏതെങ്കിലും ഫ്രൂട്ട് എന്നാണോ പറഞ്ഞത്? ഏതെങ്കിലും ഫ്രൂട്ട് വർക്കാണെന്നൊക്കെ അതിനെ പറയണം. വർക്കാവാൻ നോക്കാം. ഏതെങ്കിലും ഫ്രൂട്ട് മതി. ഞാൻ പോവില്ല. പോവോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ ലുക്കിന് എന്തൊക്കെ ചേഞ്ചസ് വേണ്ടതാണല്ലോ. റീസ്പോണായ മിക്കവാറും മതിക്കും. ലുക്കിന് വേണ്ടതാണെന്ന് തോന്നുന്നു. വിങ്സ് ഒക്കെ എന്തൊക്കെ വിങ്സ് പോലത്തെ എന്തൊക്കെ സാധനം വരുന്നത് V4നാണെന്ന് തോന്നുന്നു. അതെ അതെ അങ്ങനെയാണ്. ഞാൻ അൺഎക്വിപ്പ് ചെയ്തതിൻ്റെ സ്കാർഫ് ഓക്കെ. ഫേസ് ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്. V4 ആയിക്ക് ഇതൊന്നും ഇല്ലാണ്. ഇപ്പോൾ V3 അത്യാവശ്യം സാധനമാണ്. ഇത് ഞാൻ പാടി തന്നെ അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇവിടെ ഇത് വന്നിട്ടുണ്ട്. അയ്യോ V4 ചാടി അടിച്ചറിയിക്കണ്ട. V4 അടിച്ചറിയിക്കണ്ട പൊക്കൊക്കെ വേണ്ടിയത്. അപ്പോൾ V3 ആക്കട്ടെ. ഇങ്ങനെയാണ് എല്ലാ റേസും. V4 ആക്കണം ഓർക്ക്. V4 ആക്കിയ കൊള്ളാണ്. ചാടി 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 ഒരു ഇടിമിന്നെ പോലത്തെ സാധനം വന്നിട്ടില്ല. അതിനോട് അത്യാവശ്യം ടൈം വെക്കണ്ടേ. TTKയുടെ വീഡിയോ ചോദിക്കുവാൻ വരാം. ഫോണിൽ ഇവിടെ ആവശ്യമില്ല. ഫോണില്ല. ഇങ്ങനെയൊക്കെയാണ് കഴിച്ചത്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ശരിക്കും സാധനം ഇപ്പം എനിക്ക് എപ്പോഴും ഇതേ ഞാൻ തോന്നുന്നു. ശരി അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കൊളോസിംഗ് ക്രിസ്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാലോ. ഇത് ഫസ്റ്റ് നിങ്ങൾ കഫേ ഇവിടെ വന്നിട്ടില്ലേ ഈ തോന്നണം. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം പകുതി വേണം. തേർഡ് സി പോകാൻ എന്തായാലും ചെയ്യേണ്ടി വരും. ഇത് ഇയാളോട് സംസാരിച്ചാൽ മതി.
ഇയാൾ പറഞ്ഞതൊക്കെ നിങ്ങൾ ചെയ്യണം. എന്നിട്ട് കൊളോസിയത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയും. അപ്പോൾ അതും ചെയ്യണം. അത് മതി ഗൈസ്. അത് ചെയ്താൽ ഇത് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. മറ്റേ സ്പോണായിട്ടോ നോക്കട്ടെ. ഞാൻ സ്പോണായിട്ടുണ്ടെങ്കിൽ ഭയങ്കര എൻ്റെ കയ്യിൽ കാശില്ല ഗൈസ്. ഓക്കെ സ്പോണല്ലേ ഗൈസ്. ഇനിയും ഞാൻ സെക്കൻഡ് സീലേക്ക് കുറച്ച് വലിയിട്ടുണ്ട്. ഇനി എനിക്ക് ഷാർക്കേഴ്സ് എടുക്കണമെങ്കിൽ 18,000 ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ട്. ഇവിടെ നിന്ന് എടുത്താൽ മതി. 3,000 ഫ്രാഗ്മെൻറ്റ്സ് കണ്ട് മതി. 3,000 ഫ്രാഗ്മെൻറ്റ്സ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ബൈ ബൈ.